ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ പാഠഭാഗമായ ഭാഗക്കണക്കുകൾ എന്നതിലെ അവസാനത്തെ പേജിലെ പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പേജ് നമ്പർ 66. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പേജിൻ്റെയും എല്ലാ പ്രോബ്ലംസും വളരെ വിശദീകരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് പേജ് നമ്പർ 66 പ്രോബ്ലംസാണ്. 6 പ്രോബ്ലം ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് ഇതിലുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ചതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ്. ചെറുതും വലുതും കണക്കാക്കാനാണ്. നമ്മൾ പൂർണ്ണസംഖ്യകളിൽ നമുക്കറിയാമല്ലോ, ചെറുതേതാ വലുതേതാന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ഭിന്നസംഖ്യകളിലും വലുതേത് ചെറുതേത് എന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചിഹ്നം അറിയാമല്ലോ എല്ലാവർക്കും. വലുതിൻ്റെ ചിഹ്നവും ചെറുതിൻ്റെ ചിഹ്നവും എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പൂർണ്ണസംഖ്യകൾ നമുക്കിപ്പോൾ 1, 2, ഇനിയിപ്പോൾ നമുക്ക് ലക്ഷം തന്നാലും നമുക്ക് ചെറുതേത് വലുതേത് എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ ഭിന്നസംഖ്യകൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ 6 ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ ചോദ്യം 2/5 3/5. ഇവിടെ ഛേദങ്ങൾ നോക്കൂ. ഛേദങ്ങൾ തുല്യമാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഛേദം നോക്കൂ. ഇവിടുത്തെ ഛേദങ്ങൾ വ്യത്യസ്തമാണ്, എന്നാൽ അംശം ഒരുപോലെയാണ്. ഇവിടെ ഛേദവും അംശവും എല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെ പല കേസുകളും വരുന്നുണ്ട്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യവും വിശദമായിട്ട് തന്നെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം 2/5 3/5. അപ്പോൾ ആദ്യത്തെ ചോദ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വിശദമായിട്ട് ഇതൊന്ന് പരിചയപ്പെടാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോവാം. ഇപ്പോൾ 2/5 3/5 എന്നീ ഭിന്നസംഖ്യകളിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത്? ഇവിടെ നമ്മൾ 2 ഭിന്നസംഖ്യകളുടെയും താഴെയുള്ള സംഖ്യ അഥവാ ഛേദം എന്താണ്? 5 ആണ് അല്ലേ? 2/5ലെയും 3/5ൻ്റെയും ഛേദം എന്താണ്? 5 ആണ്. ഇവിടെ നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാം. ഇപ്പം 2/5 എന്ന് പറയുമ്പോൾ എന്താണ്? 5/2 അങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുക. 5/2 ഭാഗം. അപ്പോൾ അതായത് 5 കഷ്ണങ്ങളിൽ നിന്ന് 2 കഷ്ണം അല്ലേ? അതേപോലെ തന്നെ 5/3 എന്ന് പറയുമ്പം എന്താണ്? 5/3. ഇപ്പോൾ നമ്മുടെ ഒരു കേക്കാണെന്ന് വിചാരിക്കുക. ഒരു കേക്ക് എടുത്തു. ഈ കേക്ക് 5 കഷ്ണമാക്കി മാറ്റി. 5 കഷ്ണമാക്കി നമ്മൾ മാറ്റി. 1 2 3 4 5 കഷ്ണമായി. ഇതിൽ 2 കഷ്ണം ആണ് ആദ്യത്തേത് പറഞ്ഞത്. 5/2 എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ. ഇനി 5/3 എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമായി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതിൽ 2 കഷ്ണമാണോ അല്ലെങ്കിൽ 3 കഷ്ണമാണോ വലുത്? തീർച്ചയായും 3 കഷ്ണമാണ് വലുത് അല്ലേ? അതേപോലെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ പറയുകയാണെങ്കിൽ 2 ഭിന്നസംഖ്യകളുടെ ഛേദം 2 ഭിന്നസംഖ്യകളുടെ ഛേദം തുല്യമാണെങ്കിൽ ഏത് ഭിന്നസംഖ്യയുടെ അംശമാണോ മുകളിലുള്ള, അതായത് അംശം അറിയാലോ വലുത്, ആ ഭിന്നസംഖ്യ ആയിരിക്കും വലുത്. ഇവിടെ 2/5 3/5 എന്നതിൽ ഛേദം തുല്യമാണ്. അതുകൊണ്ട് അംശം നോക്കിയാൽ മതി. അംശത്തിൽ ഏതാണോ സംഖ്യ വലുത് അതാണ് വലിയ ഭിന്നസംഖ്യ. അതുകൊണ്ട് 2/5 എന്ന ഭിന്നസംഖ്യ 3/5 എന്ന ഭിന്നസംഖ്യയേക്കാൾ ചെറുതാണ്. അപ്പോൾ ചെറുതിന് നമുക്ക് ഏത് ചിഹ്നം ഉപയോഗിക്കാം? ഈ ചിഹ്നമാണ് ചെറുത് എന്നുള്ളതിന് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ 2/5 ചെറുതാണ്. അപ്പോൾ നമ്മൾ ചെറിയ സാധനം, ചെറിയ ഈ മുനമ്പാണ് ഇങ്ങോട്ടാക്കേണ്ടത്. വലുതിന് വായ ഇങ്ങനെ തുറന്ന് നിൽക്കും. അങ്ങനെ നമ്മളെല്ലാം ചെറുത് വലുത് ചിഹ്നങ്ങൾ ചിലപ്പം കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ഇപ്പോൾ ചെറുത് എന്ന് പറയുമ്പോൾ എപ്പോഴും ചെറുതാണ് അല്ലേ? ഇത് നോക്കുമ്പോൾ ചെറുതാണ്, ഇത് വലിയൊരു ഇതാണ്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2/5 ചെറുതാണ് 3/5. ഇനി തിരിച്ച് നമുക്കിത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 3/5 വലുതാണ് 2/5നേക്കാൾ. അങ്ങനെയും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ 3/5 വലുത് 2/5. ഇനി 2/5 ചെറുത് 3/5. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം 2/5 2/3 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക,
അംശം ഒരേതാണ് അല്ലേ? ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താണ്? അംശം ഒരുപോലെയാണ്. അതായത് അംശം എന്താണ്? രണ്ടിൻ്റെയും രണ്ടാണല്ലേ? 2/5 2/3 അംശം ഒരുപോലെയാണ്. ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ 2 കേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. ആദ്യത്തെ കേക്ക് നമ്മൾ 5 തുല്യ കഷ്ണങ്ങളാക്കി. ഓക്കെ, 1 2 3 4 തുല്യമായിട്ടില്ല, 5 തുല്യ കഷ്ണം എന്ന് വിചാരിക്കുക. അതിന് നമ്മൾ 2 കഷ്ണങ്ങൾ എടുത്ത് 2 കഷ്ണങ്ങൾ എടുത്ത് ഇനി അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കേക്ക് മുറിച്ച് അത് 3 തുല്യ കഷ്ണങ്ങളാക്കി എടുത്തു. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ആദ്യത്തെ കേക്ക് 5 തുല്യ കഷ്ണങ്ങളാക്കിയെന്ന് 5 തുല്യ കഷ്ണങ്ങളാക്കിയതിൽ നിന്ന് നമ്മൾ മുറിച്ച് 2 കഷ്ണം എടുക്കുകയാണ്. അതായത് 5ൽ 2. രണ്ടാമത്തെ കേക്ക് നമ്മൾ 3 തുല്യ കഷ്ണങ്ങളാക്കി മാറ്റി നിന്ന് 2 കഷ്ണങ്ങളാണ് എടുക്കുന്നത് അല്ലേ? 2 കഷ്ണങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് കഷ്ണത്തിൻ്റെ ആയിരിക്കും വലിപ്പം കൂടുതൽ? അതായത് 3 ആയി മുറിച്ച കേക്കിൻ്റെ കഷ്ണത്തിനാണോ വലിയ പീസ് കിട്ടുക, അല്ലെങ്കിൽ 5 ആയി മുറിച്ച കേക്കിൻ്റെ കഷ്ണത്തിൽ നിന്നാണോ നമുക്ക് വലിയ പീസ് കിട്ടുക? 3 കഷ്ണമാക്കി മുറിച്ച കേക്കിൽ നിന്നാണല്ലോ നമുക്ക്, അതായത് അത് 3 ആളല്ലോ ഉള്ളൂ അത് പങ്കിട്ടെടുക്കുന്നത്. 5 ആയി മുറിച്ചത് 5 ആൾക്ക് കൊടുക്കണം അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 3 ആയി മുറിച്ച കഷ്ണത്തിനാണ് വലിപ്പം. അപ്പോൾ ഇവിടെ ഛേദങ്ങൾ 5 3 ആണ്. 3 എന്നത് 5നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് തന്നെ 2/3 എന്ന ഭിന്നസംഖ്യ 2/5 എന്നതിനേക്കാൾ വലുതാണ്. അപ്പോൾ നമുക്ക് ചിഹ്നം ഉപയോഗിച്ചിട്ട് എഴുതാം. അപ്പോൾ 2/5 കുറവാണ് 2/3. ഓക്കെ, 2/5 ചെറുതാണ് 2/3. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം 2/5 3/4 എന്നാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഛേദങ്ങൾ തുല്യമാക്കുക എന്നതാണ്. 2/5 3/4 എന്നീ ഭിന്നസംഖ്യയുടെ ഛേദങ്ങൾ 5 4 എന്നിവയാണ്. ഇവ തുല്യമല്ല. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? ഛേദങ്ങളുടെ ലസാഗു നമ്മൾ അറിയാമല്ലോ, നമ്മൾ ചെയ്തതാണ്, ഒരുപാട് പ്രോബ്ലംസ് ചെയ്താണ്. ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ്. അപ്പോൾ അത് കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം 5 എന്ന് പറയുമ്പോൾ 5ൻ്റെ ഗുണിതം 5 10 15 20 അങ്ങനെ പോകുന്നു. 4ൻ്റെത് 4 8 12 16 20. ഓക്കെ, അപ്പോൾ 20 ഇവിടെ 4ൻ്റെയും 5ൻ്റെയും എന്ത് ലസാഗു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭിന്നസംഖ്യകളെ ഈ 20 വെച്ചിട്ട് തുല്യഛേദമാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ 2/5 നമുക്ക് എന്താക്കണം? 20 ആക്കാൻ 5നെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ അംശമായ 2നെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 ഗുണിക്കണം 4 8, 5 ഗുണിക്കണം 4 20. അതാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ 3/4നെയും ഇതേപോലെ ചെയ്യണം. 3/4 ഛേദം 20 ആക്കാൻ എന്ത് ചെയ്യണം? ഛേദം 20 ആക്കാൻ 3/4നെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കണം അല്ലേ? എന്നാലേ ഛേദം 20 ആക്കാൻ കഴിയൂ. അപ്പോൾ നമ്മൾ അംശമായ 3നെയും 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 15 കിട്ടി. 15/20. 3 ഗുണിക്കണം 5 15/15. 4 ഗുണിക്കണം 5 20. ഇവിടെ ഇനി നോക്കൂ നിങ്ങൾ. ഇനി ഇവിടെ 8/20ഉം ഇവിടെ 15/20. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി താരതമ്യം ചെയ്യാണ്. ഇവിടെ നമുക്ക് കിട്ടിയത് 8/20ഉം 15/20 എന്നീ ഭിന്നസംഖ്യകളാണ്. ഇവയുടെ ഛേദം തുല്യമാണ്. അപ്പം ഛേദം തുല്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അംശങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്താൽ മതി. അപ്പോൾ 8 ചെറുതാണല്ലേ? അപ്പോൾ നമ്മുടെ ആരോ ഇങ്ങനെ വരും. 8 ചെറുതാണ് 15 വലുതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 8/20 എന്ന ഭിന്നസംഖ്യ 15/20 എന്നതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് 2/5 ചെറുതാണ് 3/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും നമുക്ക് കിട്ടി. ഇനി നാലാമത്തെ ചോദ്യം 3/7 2/9 ആണ്. 3/7 2/9. ഇവിടെ അംശവും തുല്യമല്ല, ഛേദവും തുല്യമല്ല. അതിനാൽ ഛേദങ്ങളുടെ ലസാഗു ഏറ്റവും ചെറിയ പൊതുഗുണിതം നമ്മൾ കാണണം. അപ്പോൾ 7ൻ്റെ 9ൻ്റെ ലസാഗു ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് ഏതാണ്? 63 ആണ്. അപ്പോൾ 63 ആണ്. അപ്പോൾ നമ്മൾ അത് കണ്ടെത്തണം.
അപ്പോൾ നമുക്കിവിടെ 7ൻ്റെ 9ൻ്റെയും ലസാഗു ഏതാണ്? ഏറ്റവും ചെറിയ പൊതുഗുണിതം 63 അപ്പോൾ 3/7 ഇതിനെ നമ്മൾ 63 കിട്ടണമെങ്കിൽ 7നെ എന്തുകൊണ്ട് ഗുണിക്കണം? 9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ 3നെയും 9 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 3 27 27/63 എന്ന് കിട്ടി. ഇനി നമ്മൾ 2/9നെ അതേപോലെ ചെയ്യണം. 9നെ 7 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 63 കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ 2നെ 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 14. ഇവിടെ നമുക്ക് നോക്കൂ 27 14 ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 27 അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? 3/7 വലുതാണ് 2/9. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെഴുതാം? ഇവിടെ നമുക്ക് എഴുതാം 27/63 എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ ശരി? 27/63 വലുതാണ് 14/63. അതായത് 3/7 വലുതാണ് 2/9. ഓക്കെ, 3/7 വലുതാണ് 2/9. ഇനി നമുക്ക് അടുത്ത ചോദ്യം അഞ്ചാമത്തെ 2/7 3/8. ഇവിടെ അംശവും ഛേദവും ഒന്നും തുല്യമല്ല. 7ൻ്റെ 8ൻ്റെ ലസാഗു നമ്മൾ കണ്ടു, അത് 56. അപ്പോൾ നമ്മൾ 7നെ 8 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 56 കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ 2നെയും 8 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 16 കിട്ടി. ഇവിടെ 3/8 എന്നുള്ളത് 8നെ നമ്മൾ 7 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 56 കിട്ടിയത്. അപ്പോൾ ഇവിടെ 3നെ നമ്മൾ 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 21 കിട്ടി. ഇനി നമ്മൾ അംശങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുക. 16 21. അപ്പോൾ നമുക്കറിയാം 16 വലുതെന്ന്. അപ്പോൾ 16 വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 2/7. അപ്പോൾ എന്താണ്? 16 ചെറുതാണ്. അപ്പോൾ 16 ചെറുതാണ് 21. അപ്പോൾ നമുക്ക് 2/7 ചെറുതാണ് 3/8 എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത ചോദ്യം 4/3 9/8. ഇവിടെ അംശമോ ഛേദമോ ഒന്നും തുല്യമല്ല. അപ്പോൾ 9ൻ്റെ 8ൻ്റെയും ലസാഗു കണ്ടു, അത് 72. അപ്പോൾ 4/9നെ 9നെ 8 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 72 കിട്ടിയത്. അപ്പോൾ നമ്മൾ 4നെയും 8നെ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 32 കിട്ടി. അതേപോലെ തന്നെ 8നെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 72 കിട്ടി. 3നെ 9 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 27 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം 32 27 എന്ന് പറയുമ്പോൾ 32 വലുത് അല്ലേ? 32 27 എന്ന് പറയുമ്പോൾ 32 വലുത്. അപ്പോൾ നമുക്ക് 4/9 വലുതാണ് 3/8 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവടെയുള്ള ഓരോ 3 ഭിന്നസംഖ്യകളെയും ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ ചിഹ്നം ഉപയോഗിച്ച് എഴുതാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെയൊക്കെ ഒരുപോലെയുള്ള എന്താക്കണം? ഇതിൻ്റെയൊക്കെ ലസാഗു കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഛേദം തുല്യമാക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എടുക്കാം. ആദ്യത്തെ എന്താണ്? 2/5 3/4 3/5. അപ്പോൾ നമുക്ക് 2/5 എടുക്കാം. ഇപ്പോൾ നമ്മുടെ 2/5 പിന്നെ എന്താണ് നമ്മുടെ ചോദ്യം? 3/4 അതേപോലെ തന്നെ 3/5. ഇവിടെ നമ്മൾ 4ൻ്റെയും 5ൻ്റെയും 5 ഇങ്ങനെയാണ് നമ്മുടെ ഛേദം വരുന്നത്. അപ്പോൾ നമുക്കറിയാം 5ൻ്റെയും 4ൻ്റെയും ലസാഗു എന്ന് പറയുന്നത് 20 അത് നമ്മൾ ഒരുപാട് ചെയ്തപ്പോൾ നമുക്കിപ്പം പിടി കിട്ടിയിട്ടുണ്ടാവും. ഓരോ ലസാഗു ഏതാണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ മനസ്സിലേക്ക് വരും. അപ്പോൾ 5നെ 20 ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2നെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 8/20 കിട്ടി. ഇനി അടുത്ത 3/4 അതിനെ നമ്മൾ 20 കൊണ്ട് ഛേദം 20 ആക്കണം. 4നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 20 ആകുക. അപ്പോൾ നമ്മൾ 3നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്താകുക? 15/25 15/20. ഇനി നമുക്ക് 3/5 ഇപ്പം ഛേദം നമുക്ക് 20 ആക്കണം. ഓക്കെ, അപ്പോൾ 5നെ എന്തുകൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 20 കിട്ടിയത്? 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3നെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 4 12. ഇവിടെ നോക്കൂ, ഇപ്പോൾ നമ്മുടെ അംശങ്ങൾ 8 15 12 അല്ലേ? അപ്പോൾ നമ്മൾ ചെറുത് നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് എന്താണ്? 8 ആണല്ലേ? അപ്പോൾ 8ൻ്റെ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 2/5 ചെറുതാണ്. പിന്നെ ചെറുത് എന്ന് പറയുന്നത് 12 ആണ്. 12ൻ്റെ ഭിന്നസംഖ്യ ഏതാണ്? 3/5 ആണ്. അപ്പോൾ നമ്മൾ 3/5 എന്ന് എഴുതി. പിന്നെ നമ്മുടെ വലുതെന്ന് പറയുന്നത് 15 ആണ്. 15ൻ്റെ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പോൾ 2/5 ചെറുതാണ്, 3/5 ചെറുതാണ്, 3/4. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 3/4 ആണ്. അതായത് 15/20 വരുന്ന ഭിന്നസംഖ്യയാണ്. അപ്പോൾ ഇങ്ങനെ ഇനി ഇതിൻ്റെ തിരിച്ചും വരാം. ഇങ്ങനെ സൂചിപ്പിക്കാൻ വലുതിൻ്റെ ചിഹ്നം ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? ആദ്യം നമ്മൾ എന്താ ചെയ്യാം? ആദ്യം നമ്മൾ 3/4 എഴുതല്ലേ? 3/4 വലുതാണ്
പിന്നെ 3/5 വലുതാണ്, പിന്നെ 2/5 ഇങ്ങനെയാണ് നമ്മൾ വലുതിൻ്റെ ചിഹ്നം പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നോക്കും. 3/7, 2/9, 2/7 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 7ൻ്റെയും 9ൻ്റെയും ലസാഗു പൊതുഗുണിതം നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ ഉള്ള ഈ ഒരു കണക്കിന് വേണ്ടി നമ്മൾ ചെയ്തതാണ്. 63 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ 3/7 എന്ന് പറയുമ്പോൾ 63 നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 7നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 63 കിട്ടുക? 7നെ 9 കൊണ്ട് ഗുണിച്ചാലാണ് 69 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അംശത്തെയും 9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 9 എത്രയാണ്? 27. അപ്പോൾ നമുക്ക് ആദ്യം 27/63 കിട്ടി. ഇനി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 2/9 ആണ്. 2/9നെ നമ്മൾ 63 തന്നെയാണ്. 9നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 63 കിട്ടുക? 9നെ 7 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 63 കിട്ടുക. അപ്പോൾ നമ്മൾ 2നെ എന്തുകൊണ്ട് ഗുണിക്കണം? 7 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 14 കിട്ടി. ഇനി അടുത്ത നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2/7 ആണ്. 7നെ നമ്മൾ 63 കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് ഗുണിക്കണം? 9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2നെയും എന്തുകൊണ്ട് ഗുണിക്കണം? 9 കൊണ്ട് ഗുണിക്കണം. 2 ഗുണിക്കണം 9 18. അപ്പോൾ നമ്മുടെ ഭിന്നസംഖ്യ എവിടെ നോക്കിയാൽ നമുക്കറിയാം 27, 14, 18 ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 14 ആണല്ലേ. അപ്പോൾ 14 വരുന്ന ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 2/9 ആണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് 2/9 ആണ് ഏറ്റവും ചെറുത്. പിന്നെ ചെറുത് എന്ന് പറയും, പിന്നെ തൊട്ട വലുത് എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 18/63നെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ 2/7 ആണ്. അപ്പോൾ നമ്മൾ അടുത്തത് എന്താക്കുക? 2/7 എന്ന് എഴുതാം. പിന്നെ ഏറ്റവും വലുത് 27 ആണ്. 27നെ പ്രതിനിധീകരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 3/7 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 2/9ഉം ഏറ്റവും വലുത് 3/7 ആണ്. അപ്പം നമ്മൾ ആദ്യം അതങ്ങനെ ഛേദം നമ്മൾ ഒരേപോലെ ആക്കണം. അതാണ് നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം വളരെ എളുപ്പമാണ്. 1/2, 1/3, 2/3. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ലസാഗു എല്ലാവർക്കും അറിയാം. 2, 4, 6 അങ്ങനെ പോകുന്നു. 3, 6, 9. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് 6 ആണല്ലേ. അപ്പോൾ നമുക്കത് വെച്ചിട്ട് അത് ചെയ്ത് നോക്കാം. ആദ്യത്തേത് എന്താണ്? 1/2. അപ്പോൾ നമ്മുടെ ഛേദം ഇവിടെ 6 ആണ് നമുക്ക് ആക്കേണ്ടത്. അപ്പോൾ 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 6 കിട്ടുക? 3 കൊണ്ട് ഗുണിച്ചാലാണ് 6 കിട്ടുക. അപ്പോൾ നമ്മൾ അംശത്തെയും 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3/6 കിട്ടി. അപ്പോൾ 1/2ന് സമാനമായിട്ട് 3/6 കിട്ടി. ഇനി അടുത്ത സംഖ്യ എന്ന് വെച്ചാൽ 1/3 ആണ്. ഇവിടെയും നമ്മൾ 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തേത് 1/3 ഗുണിക്കണം 2/6. അപ്പോൾ നമുക്ക് 2/6 കിട്ടി. ഇനി അടുത്തത് 2/3 ഗുണിക്കണം 2/2. അതായത് 3നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 കിട്ടി. അപ്പോൾ നമ്മൾ അംശത്തെയും 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 2 ഗുണിക്കണം 2 4. അപ്പോൾ നമുക്ക് 3/2, 2/6, 4/6 കിട്ടിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 2 ആണ്. അപ്പോൾ 2നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭിന്നസംഖ്യ ഏതാണ്? 1/3 ആണ്. പിന്നെ അടുത്ത് വരുന്ന 3 ആണ്. 3 എന്ന് പറയുമ്പോൾ 1/2 ആണ് അല്ലേ. പിന്നെ വരുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് 2/3 ആണ്. ഇത് നമ്മൾ ഈ ചിഹ്നം ഇട്ടിട്ട്, അതായത് ചെറുതിൻ്റെ ചിഹ്നം ഇട്ടിട്ട് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, 1/3 ചെറുത്, 1/2 ചെറുത്, 2/3. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും. പേജ് നമ്പർ 66 വരെയുള്ള ചോദ്യോത്തരങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെയുള്ള ഒറ്റയ്ക്കുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് പേജ് നമ്പർ 86, 57, 60, 61, 64, അതേപോലെ തന്നെ ലാസ്റ്റ് 66. ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 6ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്